ഒരു ഫയർ ഉണ്ടായി കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ മരിക്കുന്നത് പൊള്ളലേറ്റല്ല, പുക ശ്വസിച്ചാണ്, ശ്വാസം മുട്ടിയാണ് ആൾക്കാർ മരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് എത്രയും പെട്ടെന്ന് എന്ത് ചെയ്യുക, അങ്ങനെ ഒരു സംഭവം കണ്ടു കഴിഞ്ഞാൽ സേഫായിട്ട് എന്ത് ചെയ്യുക, ഗ്രൗണ്ട് ലെവലിലോട്ട് വന്ന് ഗ്രൗണ്ടിൽ പോയി നിൽക്കുക. അതാണ് ചെയ്യേണ്ടത്. അല്ലാതെ ഒരിടത്തും കയറി ഒളിച്ചിരിക്കരുത്. ഓക്കെ ആണല്ലോ? ശരി. അപ്പോൾ നമുക്ക് നോക്കാം. എക്സ്റ്റിങ്വിഷർ അല്ലേ എല്ലായിടത്തും നമുക്ക് കാണാൻ പറ്റും അല്ലേ? പബ്ലിക് വരുന്ന എല്ലാ സ്ഥലങ്ങളിലും എക്സ്റ്റിങ്വിഷർ ഉണ്ടാവും. ഇത് നമുക്കെടുത്ത് ഉപയോഗിക്കാമോ? അത് ആദ്യത്തെ ചോദ്യം അല്ലേ. ഒരു ഓഫീസിൽ വെച്ചേക്കുന്ന ഒരു എക്സ്റ്റിങ്വിഷർ നമുക്കെടുത്ത് ഉപയോഗിക്കാമോ? ആരും ആൻസറും പറയുന്നില്ലേ? എല്ലാവരും ഞെട്ടി ഇതായിരിക്കുകയാണല്ലേ. പറയാം, ഉപയോഗിക്കാമോ? അല്ലെങ്കിൽ അവർ വാങ്ങിച്ചു വെച്ച സാധനം നമുക്ക് ഉപയോഗിക്കാമോ? കേട്ടില്ല. എമർജൻസി ആണെങ്കിൽ യൂസ് ചെയ്യാം, കറക്റ്റാണ്. ആർക്ക് വേണോ ഉപയോഗിക്കാം, അല്ല ഇന്ന ആർക്ക് തന്നെ ഉപയോഗിച്ചോന്നൊന്നുമില്ല. ഇപ്പൊ ഒരു ഫയർ ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ പബ്ലിക്കിനെ എടുത്ത് യൂസ് ചെയ്യാൻ വേണ്ടി തന്നെയാണ് അത് വെച്ചേക്കുന്നത്. ഓക്കെ, പക്ഷെ ചുമ്മാ എടുത്ത് ആവെന്ന് പറഞ്ഞ് യൂസ് ചെയ്യല് അവർ തലയിട്ട് അടിക്കും. ഓക്കെ, അതും കൂടെ ശ്രദ്ധിക്കണം കേട്ടോ. ശരി, എമർജൻസി സിറ്റുവേഷൻ ആണെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റും. എങ്ങനെയാ ഇനി അത് എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത് നോക്കോ. അതിൽ തന്നെ എഴുതിയിട്ടുണ്ടാവും കേട്ടോ. PASS പാസ് എന്ന് പറഞ്ഞൊരു മെത്തേഡിലൂടെയാണ് നമുക്ക് ഈ എക്സ്റ്റിങ്വിഷർ ഉപയോഗിക്കാനായിട്ട് പറ്റുന്നത് കേട്ടോ. പാസ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നോക്കാം. നോക്കിക്കോ. ഈ കണ്ടോ പിന്ന് കണ്ടോ, ഈ പിൻ എന്ത് ചെയ്യുക, പുൾ ചെയ്യുക. കണ്ടോ, അതാണ് പി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. A കണ്ടോ, A എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യുക, ഫയറിലോട്ട് എയിം ചെയ്യുക. കണ്ടോ, എയിം ചെയ്യുന്നു, ഫയറിലോട്ട് എയിം ചെയ്യുന്നു. അത് കഴിഞ്ഞ് എസ് കണ്ടോ, എസ് എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യുക, സ്ക്യൂസ് ചെയ്യുക. ഈ പിൻ ഊരാനകത്ത് കണ്ടോ, ഈ ലിവർ ഫ്രീ ആവും. കണ്ടോ, ഈ ലിവർ എന്ത് ചെയ്യുക, സ്ക്യൂസ് ചെയ്യുക. ഓക്കെ, അത് കഴിഞ്ഞ് എസ് കണ്ടോ, സ്വീപ്പ് ചെയ്യുക, അങ്ങോട്ടും ഇങ്ങോട്ടും ജസ്റ്റ് ഇത് കാണിക്കുക. ഓക്കെ, സ്വീപ്പ് ചെയ്യുക, അങ്ങോട്ടും ഇങ്ങോട്ടും കാണിക്കുക. അതായത് ഒരു ഫയർ ഒരു സ്ഥലത്ത് മാത്രമല്ല പടർന്ന് നിൽക്കുക, അതുകൊണ്ടാണ് അങ്ങോട്ടും ഇങ്ങോട്ടും കാണിക്കുക. ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ 2-3 സെക്കൻഡ് കൊണ്ട് നമുക്ക് എത്ര ഫയർ ആണെങ്കിലും, ഒരു ഇനിഷ്യൽ സ്റ്റേജിലുള്ള ഫയർ ആണെങ്കിൽ നമുക്ക് അണയ്ക്കാൻ പറ്റും കേട്ടോ. കത്തി വരുന്ന ഫയർ, ഒരു ഇനിഷ്യൽ സ്റ്റേജിലുള്ള ഫയർ, അല്ലാതെ വലിയ ഫയറിനൊന്നും ഇത് എടുത്തുകൊണ്ടേക്ക് പോകരുത്. ചെറിയ ഫയറൊക്കെ നമുക്ക് അണയ്ക്കാനായിട്ട് പറ്റും. ഓക്കെ, അത് ജസ്റ്റ് എങ്ങനെയാണ് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം കേട്ടോ. ഫയർ ഉണ്ടായി. ഓക്കെ, ഫയർ ഉണ്ടായതാ നമ്മുടെ കയ്യിൽ എക്സ്റ്റിങ്വിഷർ ഇരിക്കുകയാണ്. എക്സ്റ്റിങ്വിഷർ എന്ത് ചെയ്യുന്നു, പിന്ന് ഊരുന്നു. പിന്ന് ഊരിന് ശേഷം എയിം ചെയ്യുന്നു. എയിം ചെയ്തതിന് ശേഷം യൂസ് ചെയ്യുന്നു കേട്ടോ. 2 സെക്കൻഡ് പോലും, 1 സെക്കൻഡ് പോലും വേണ്ട ഇതാകാൻ വേണ്ടി. അത്ര ഈസി ആയിട്ട് നമുക്ക് ഫയർ അണയ്ക്കാനായിട്ട് പറ്റും.